അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ്സിലെ താരീഖ് മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലസ്ഥാനം മക്ക, കൂഫ, മദീന. മദീനയാണ് ശരിയുത്തരം. ഏറ്റവും പൗരാണിക തഫ്സീർ ഗ്രന്ഥം മുസ്നദ്, ജാമിഉൽ ബയാൻ, ജാമിഉ തുർമുദി. ജാമിഉൽ ബയാനാണ് ശരിയുത്തരം. 3. അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവി അബൂ തമ്മാം, അബൂ ദാവൂദ്, ഇബ്നു ഖുതൈബ. അബൂ തമ്മാമാണ് ശരിയുത്തരം. വൈദ്യശാസ്ത്രം ഇൽമുൽ അദബ്, ഇൽമുൽ തിബ്, ഇൽമുൻ നബാത്ത്. ഇൽമു തിബാണ് ശരിയുത്തരം. അബ്ബാസി ഖിലാഫത്തിൽ സുവർണ കാലഘട്ടം 115 വർഷം, 87 വർഷം, 112 വർഷം. 115 വർഷം, അതാണ് ശരിയുത്തരം. ജാമിഉ തുർമുദി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ സഈദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഈസ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഈസ റളിയല്ലാഹു അൻഹു, അതാണ് ശരിയുത്തരം. ചേരുംപടി ചേർക്കുക. അബ്ബാസി രാജകുടുംബത്തിലെ 10ാം ഖലീഫ. ഡി. മുത്തവക്കിൽ. 8. അഹ്മദ് ബിൻ നസർ എന്ന മഹാനെ വധിച്ച ഖലീഫ. ഇ. വാസിഖ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തടവിലിട്ട ഖലീഫ. എ. മുഅ്തസിം. ബഗ്ദാദ് പട്ടണം നിർമ്മിച്ച ഭരണാധികാരി. ബി. മൻസൂർ. അബ്ബാസി ഖലീഫമാരിൽ ഒന്നാമൻ. സി. സഫാഹ്. പൂരിപ്പിക്കുക. സ്വഹീഹുൽ ബുഖാരി രചിച്ചത് ഡാഷ് റഹിമഹുല്ലയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലയാണ്. 4 മദ്ഹബുകളിൽ ഒന്ന് തഖ്ലീദ് ചെയ്യൽ ഡാഷ് ആണെന്ന് കാര്യത്തിൽ മുസ്ലിം സമുദായം ഏകോപിച്ചിട്ടുണ്ട്. നിർബന്ധം ആണെന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം ഏകോപിച്ചിട്ടുണ്ട്. ഖലീഫ ഹാറൂൻ റഷീദ് പ്രതിദിനം ഡാഷ് റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. 100 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അബ്ബാസി ഖിലാഫത്തിലെ സൽജൂക്കിന്റെ സ്വാധീനഘട്ടം ഡാഷ് വർഷമായിരുന്നു. 148 വർഷമായിരുന്നു. അൽ ഖാനൂൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഡാഷ് ആണ്. അബു അലി ഇബ്നു സീന. അബ്ബാസി ഭരണത്തിന്റെ പ്രഥമ തലസ്ഥാനം ഡാഷ് ആയിരുന്നു. കൂഫയായിരുന്നു. ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക. അബ്ബാസി ഖലീഫമാരിൽ 5ാമൻ ഹാറൂൺ റഷീദ്. ഇൽമുൽ ഹിസാബ് എന്നതിന്റെ അർത്ഥം ഗണിതശാസ്ത്രം. മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഏത് ഭരണകാലത്താണ് കർമ്മശാസ്ത്ര മദ്ഹബുകൾ നിലവിൽ വന്നത്? അബ്ബാസിയ ഭരണകാലത്ത്. മൻസൂർ ചക്രവർത്തിയുടെ ഭരണ തലസ്ഥാനം എവിടെയായിരുന്നു? ബഗ്ദാദ്. വഫയാത്തുൽ അഅ്യാൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇബ്നു ഖല്ലിഖാൻ. ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. അബ്ബാസി ഭരണകാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഗതി എന്തായിരുന്നു? ഇസ്ലാമിക രാഷ്ട്രം അബ്ബാസി ഭരണകാലത്ത് ഐശ്വര്യത്തിലും അധികാരത്തിലും അതിന്റെ പ്രതാപത്തിന്റെ ഉച്ചകോടി പ്രാപിച്ചു. ഖുസ്തന്തീൻ ചക്രവർത്തിയെ നിർബന്ധിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. എന്തിന്? വാർഷിക ജിസിയ നൽകുന്നതിന്. മൂന്നാം അബ്ബാസി ഖലീഫയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ ഒന്ന് എഴുതുക. മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൻ നബവിയും വിപുലീകരിച്ചു. 1ാം അബ്ബാസി ഖലീഫയുടെ കാലത്ത് മൻസൂർ ഗവർണറായിരുന്നു. എവിടെയെല്ലാം? അൽ ജസീറ, ആസർബൈജാൻ, അർമേനിയ. അബ്ബാസി ഭരണകാലത്ത് പുരോഗതി പ്രാപിച്ച മതവിജ്ഞാന ശാഖകളിൽ 4 എഴുതുക. ഖുർആൻ പാരായണ ശാസ്ത്രം, ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രം, ഹദീസ് ശാസ്ത്രം, വിശ്വാസശാസ്ത്രം. മുഅ്തസിം ചക്രവർത്തി ജനങ്ങളെ നിർബന്ധിച്ചു. എന്തിന്? ഖുർആൻ സൃഷ്ടിയാണെന്ന മുഅ്തസില വിഭാഗത്തിന്റെ വാദം അംഗീകരിക്കാൻ. നാടുകളിൽ പ്രസിദ്ധനാവാൻ ഹാറൂൻ റഷീദിൽ ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തെല്ലാം? വിജ്ഞാനം, ഔദാര്യം, സാഹിത്യം, ഭക്തി, ആരാധന, ശാസ്ത്രത്തിനും സാഹിത്യത്തിനും നൽകിയ പരിഗണന എന്നീ ഗുണങ്ങൾ.
5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. മുത്തവക്കിൽ ചക്രവർത്തിയും സുന്നികളും. മുത്തവക്കിൽ ഭരണരംഗത്ത് വന്നതോടെ സുന്നികൾക്ക് ആശ്വാസമായി. അദ്ദേഹം സുന്നികളെ പിന്തുണക്കുകയും അവർക്കെതിരെയുള്ള എല്ലാ ശിക്ഷാ നടപടികളും നിർത്തൽ ചെയ്യുകയും ചെയ്തു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതു സംബന്ധമായ ഉത്തരവ് എത്തിക്കുകയും സുന്നി പണ്ഡിതരെയും ഹദീസുകളെയും അടുപ്പിക്കുകയും അവരെ ആദരിക്കുകയും വേണ്ട സഹായങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മുഅ്തസില വിഭാഗത്തിന്റെ തെറ്റായ ആശയങ്ങളെ ഗണ്ണിക്കുന്നതിന് പണ്ഡിതന്മാർക്ക് ധൈര്യം പകരുകയും ചെയ്തു. അബ്ബാസിയ ഭരണകാലത്തെ ശാസ്ത്രീയ പുരോഗതി. താരീഖിലെ അവസാനത്തെ പാഠം മുഴുവൻ അതാണ് പറയുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ 5 വരിയിൽ കുറയാതെ എഴുതാണ് വേണ്ടത്. ഈ പാഠത്തിലെ മുഴുവൻ ഭാഗങ്ങളും അബ്ബാസിയ ഭരണകാലത്തെ ശാസ്ത്രീയ പുരോഗതിയാണ് ഈ പാഠത്തിൽ മുഴുവൻ പറയുന്നത്. ഇതിൽ പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ എഴുതിയാൽ മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.